ഇത് പ്രതിഷേധമല്ല, കൊല ചെയ്യാനുള്ള നീക്കമാണ്. നേരത്തെ മന്ത്രി മരണപ്പെട്ടു എന്ന സന്ദേശം നാടിന് നൽകിക്കൊണ്ടാണ് റീത്ത് വെച്ചത്. റീത്ത് വെച്ചതിനെ അന്നത്തെ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് അംഗീകരിക്കാത്തതാണെന്ന് പറഞ്ഞു. അന്ന് ആ ക്രിമിനലുകളുടെ പേരിൽ നടപടിയെടുത്തിരുന്നുവെങ്കിൽ ഇപ്പോൾ മന്ത്രിക്കെതിരായ വധശ്രമം നടക്കുമായിരുന്നില്ല. പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ അതിനെ ന്യായീകരിക്കുന്നത് KSU പ്രവർത്തകന്മാർ എന്ന് പറയാമോ എന്ന് എനിക്കറിയില്ല, മന്ത്രിയുടെ അടുത്തുപോലും എത്തിയിട്ടില്ലെന്നാണ്. ഞാനിവിടെ കാണിക്കുന്ന ഒരു വിഷ്വലുണ്ട്, വിഷ്വൽ കണ്ടാൽ മനസ്സിലാവുമെന്നാണ് തോന്നുന്നത്. ആ വിഷ്വൽ കാണുന്നത് കറുത്ത തുണി മന്ത്രിയുടെ കഴുത്തിന്, വലത് ഭാഗത്തുള്ള കഴുത്തിന് നേരെയാണ്. ഈ വിഷ്വൽ ഇപ്പോൾ അധികം പുറത്തു വന്നതെന്ന് തോന്നുന്നില്ല. ഇത് വ്യക്തമാക്കുന്നത് മന്ത്രിയുടെ അടുത്ത് തന്നെയായിരുന്നു ഈ ചാവേറുകളിൽ ഒരാൾ, വെള്ള ഷർട്ടിട്ട ഒരാൾ. അത് വളരെ ഈ ചിത്രത്തിൽ നിന്ന് വ്യക്തമാണ്. മന്ത്രിയുടെ അടുത്തുപോലും എത്താത്തയാളെ എങ്ങനെയാണ് മന്ത്രിയെ മർദ്ദിക്കുന്നത് എന്ന ചോദ്യം പ്രതിപക്ഷ നേതാവ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജില്ലയിലുള്ള ഈ ചാവേറുകളുടെ മറുപടിയിൽ നിന്നാവാം. പക്ഷെ സത്യം അതല്ല. മന്ത്രിയെ ഫിസിക്കലായി അസാൾട്ട് ചെയ്തിട്ടുണ്ട്. അത് ഈ ക്രിമിനൽ സംഘത്തിൽ ഒരാളാണ്. അവരെ പിടിച്ച് മാറ്റിയതുകൊണ്ടാണ് മന്ത്രിയെ കൊല്ലാൻ കഴിയാതിരുന്നത്. അപ്പോൾ മന്ത്രിയെ വധിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആക്രമണം നടന്നത്. അതുകൊണ്ട് തന്നെ അങ്ങേയറ്റ പ്രതിഷേധാർഹമാണ് KSU കലാപകാരികളുടെ അക്രമം. ജനാധിപത്യ രീതിയിൽ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിനെ ആരും എതിർക്കുന്നില്ല. ഞങ്ങളൊക്കെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.